നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 2-വിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സിറ്റിസൺഷിപ്പിൻ്റെ മീനിങ്ങിലേക്കാണ് നമ്മൾ അടുത്തായി പോകുന്നത്. അതിനു മുന്നേ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൗരൻ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. സിറ്റിസൺ എന്നതിൻ്റെ മീനിങ് ഒരു രാഷ്ട്രത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിലെ ജനസമൂഹത്തെയാണ് സിറ്റിസൺസ് അല്ലെങ്കിൽ പൗരന്മാർ എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന മുഴുവൻ ജനവിഭാഗത്തെയും കൂടെ ചേർത്ത് സിറ്റിസൺ എന്ന് പറയാം. ഒരു രാജ്യത്തെ സിറ്റിസൺ എന്നാൽ ആ രാജ്യത്തെ ആഭ്യന്തരമായതും നയതന്ത്രപരമായതുമായ എല്ലാ അവകാശങ്ങൾക്കും അർഹനായ വ്യക്തി എന്നാണ്. എ സിറ്റിസൺ ഈസ് എ പേഴ്സൺ ഹു എൻജോയ് ഫുൾ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് എ കൺട്രി എന്നാണ്. ഒരു രാജ്യത്ത് 2 തരത്തിലുള്ള പോപ്പുലേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 തരത്തിലുള്ള സിറ്റിസൺസ് ഉണ്ടായിരിക്കും. രാജ്യത്തെ പൗരന്മാരും അന്യദേശത്തു നിന്നും ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരും, അതായത് സിറ്റിസൺസ് ആൻഡ് ഏലിയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഈ ഏലിയൻസിന് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അത് സിറ്റിസൺസിന് മാത്രം കിട്ടുന്ന റൈറ്റ് ആണ്. നമ്മൾ പറഞ്ഞ ഏലിയൻസ് എന്നുള്ള വിഭാഗം, അതായത് അന്യദേശത്തെ പൗരന്മാർ, ഇവർ 2 തരത്തിലുണ്ട്. നമ്പർ 1 ഫ്രണ്ട്ലി ഏലിയൻസും നമ്പർ 2 എനിമി ഏലിയൻസും. ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് വെച്ചാൽ ഇന്ത്യയുമായി സൗഹാർദ്ദപൂർവമായ ബന്ധം പുലർത്തുന്ന രാജ്യത്തിൽ നിന്നും ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാരാണ് ഫ്രണ്ട്ലി ഏലിയൻസ്. ഇനി എനിമി ഏലിയൻസ് എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യയുമായി സൗഹൃദപൂർവമായ ബന്ധം തുടരാത്ത അല്ലെങ്കിൽ ഇന്ത്യയുമായി യുദ്ധം ചെയ്യുന്ന രാജ്യത്തെ പൗരന്മാർ ഇന്ത്യയിൽ ജീവിക്കുന്നുവെങ്കിൽ അവരെയാണ് നമ്മൾ എനിമി ഏലിയൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2-വിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാരംഭ സമയത്ത്, അതായത് 26 ജാനുവരി 1950 ജനുവരി 26 സമയത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെക്കുറിച്ചും ലളിതമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള കാലത്തെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും റെഗുലേറ്റ് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തുന്നുമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചാണ് 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വരുന്നത്. സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും നിർവചിക്കാൻ പാർലമെൻറ്റ് എനാക്ട് ചെയ്ത ഈ ആക്ട് പിന്നീട് 1957, 1960, 1986, 1992, 2003, 2005, 2015 ഈ വർഷങ്ങളിൽ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 2005 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൽ കൂടിയാണ് OCA, അതായത് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭ്യമാകുന്നതും എന്നാൽ ഏലിയൻസിന് ലഭ്യമാകാത്തതുമായ ചില റൈറ്റുകളെ കുറിച്ച് പരിശോധിക്കാം. ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ഏലിയൻസിന് ലഭ്യമാകില്ല, എനിമി ഏലിയൻസിനും ലഭ്യമാകില്ല. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന ചില പ്രത്യേക റൈറ്റുകളാണ് താഴെ പറയാൻ പോകുന്നത്. നമ്പർ 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 15 പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യയിൽ എവിടെയും മതം, വർഗം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാകില്ല. അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു റൈറ്റാണ്. നമ്പർ 2 ആർട്ടിക്കിൾ 16 പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് സർക്കാർ സേവനങ്ങളിൽ തുല്യ അവസരത്തിനുള്ള അവകാശം ഉറപ്പുതരുന്നു. നമ്പർ 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19 പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സംരംഭ സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പുതരുന്നു. നമ്പർ 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 29, 30 പ്രകാരം ഇന്ത്യൻ സിറ്റിസൺസിന് സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ ഉറപ്പുതരുന്നു. നമ്പർ 5 ആയിട്ട് പറയുന്നത് ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് ലഭിക്കുന്നത്. നമ്പർ 6 പാർലമെൻറ്റിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുമുള്ള ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ നമ്പർ 7 ഇന്ത്യയിലെ ചില പബ്ലിക് ഓഫീസുകൾ ഹോൾഡ് ചെയ്യാനുള്ള യോഗ്യത, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്,
അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ്സ് എക്സെട്ര ഇങ്ങനെയുള്ള കീ പോസ്റ്റുകൾ ഈ പബ്ലിക് ഓഫീസുകൾ ഹോൾഡ് ചെയ്യാനും ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്രയുമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭ്യമാകുന്നതും എന്നാൽ ഏലിയൻസിന് ലഭ്യമാകാത്തതുമായ ചില റൈറ്റ്സ്. ഇനി ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞ് ഈ മുകളിൽ പറയുന്ന റൈറ്റ്സ് മാത്രം അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ മാത്രമല്ല നമുക്കുള്ളത്, ഒരുപാട് മൗലിക കടമകൾ കൂടിയുണ്ട്. അതായത് ടാക്സ് അടയ്ക്കുക, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുക, അങ്ങനെ ധാരാളം മൗലിക കടമകൾ കൂടി ഇന്ത്യൻ സിറ്റിസണ് നിർവഹിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഇന്ത്യയുമായിട്ട് സൗഹൃദമില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് യുദ്ധമുള്ള രാജ്യത്തെ പൗരന്മാരെ മാത്രമല്ല ഏലിയൻ എനിമി എന്നുള്ള ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് സ്വമേധയാ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരും ഏലിയൻ എനിമി എന്ന വിഭാഗത്തിൽ പെടുന്നുണ്ട്. ഈ ഏലിയൻ എനിമീസിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 22 അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന പ്രൊസീജിയറൽ പ്രൊവിഷൻ ലഭിക്കാനും അർഹതയില്ല. ഇനി നമുക്ക് ഇന്ത്യൻ പൗരത്വത്തിന് ഭരണഘടനാപരമായും നിയമപരമായുമുള്ള ബേസ് എന്താണെന്ന് പരിശോധിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്നാൽ ഇതിൽ സ്ഥിരമായതോ അല്ലെങ്കിൽ എലാബറേറ്റ് ആയതോ ആയ പ്രൊവിഷൻസ് ഒന്നും തന്നെ പറയുന്നതുമില്ലായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാരംഭത്തിൽ അതായത് 26 ജാനുവരി 1915 ആർക്കൊക്കെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടിരിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എങ്ങനെ ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാം അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകാം എന്നതിനെക്കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെൻറ്റിനെ എംപവർ ചെയ്യുകയാണ്. അതായത് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ലോ എനാക്ട് ചെയ്യാൻ പാർലമെൻറ്റിനെ എംപവർ ചെയ്യുന്നു. ഇതനുസരിച്ചാണ് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് എനാക്ട് ചെയ്യുന്നതും അത് 1957, 1960, 1986, 1992, 2003, 2005, 2015 വർഷങ്ങളിൽ അമെൻഡ് ചെയ്തതും. ഇനി 1950 ജനുവരി 26 ആർക്കൊക്കെ ഇന്ത്യൻ പൗരനായിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ വൈസ് എന്താണ് പരാമർശിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 5 പ്രകാരം ഒരാളെ ഇന്ത്യൻ സിറ്റിസണായി പരിഗണിക്കണമെങ്കിൽ അയാൾ ഇന്ത്യയിൽ സ്ഥിര താമസക്കാരനായിരിക്കുകയും അതോടൊപ്പം തന്നെ താഴെ പറയുന്ന 3 വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കുകയും വേണമായിരുന്നു. ആ വ്യവസ്ഥകളിലൊന്ന് അയാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം. രണ്ടാമത്തേത് അയാളുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം. മൂന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാരംഭത്തിനു മുമ്പെയുള്ള 5 വർഷക്കാലം അയാൾ ഇന്ത്യയിലെ ഓർഡിനറി റെസിഡൻറ്റ് ആയിരിക്കണം. അതായത് ആർട്ടിക്കിൾ 5 പ്രകാരം ഒരാളെ ഇന്ത്യൻ സിറ്റിസണായിട്ട് പരിഗണിക്കണമെങ്കിൽ അയാൾ ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനായിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഒന്നുകിൽ അയാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം. അതും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാരംഭത്തിന് മുന്നേ ഉള്ള 5 വർഷക്കാലം അയാൾ ഇന്ത്യയിലെ ഓർഡിനറി റെസിഡൻറ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 5 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 6 പറയുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാം. എങ്ങനെയെന്നാൽ ഒന്നുകിൽ അയാളോ അല്ലെങ്കിൽ അയാളുടെ പേരൻസിൽ ഒരാളോ അല്ലെങ്കിൽ അയാളുടെ ഗ്രാൻഡ് പേരൻസോ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ താഴെ പറയുന്ന 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കുകയും വേണം. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ 1948 ജൂലൈ 19 മുമ്പായിരിക്കണം അയാൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നത്. അതുപോലെ തന്നെ അയാളുടെ മൈഗ്രേഷൻ ഡേറ്റ് മുതൽ അയാൾ ഇന്ത്യയിലെ ഓർഡിനറി റെസിഡൻറ്റ് ആയിരിക്കുകയും വേണം. കണ്ടീഷനിലെ നമ്പർ 2, ഇനി 1948 ജൂലൈ 19 ശേഷമാണ് അയാൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നതെങ്കിൽ അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസണായി രജിസ്റ്റർ ചെയ്യുകയും വേണം. അങ്ങനെ ഒരാൾക്ക് സിറ്റിസൺഷിപ്പിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പെയുള്ള 6 മാസം അയാൾ ഇന്ത്യയിലെ ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കുകയും വേണം.
അതായത് ആർട്ടിക്കിൾ 6 പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സിറ്റിസൺഷിപ്പ് നൽകാം എന്നതിനെക്കുറിച്ചാണ്. അതിൽ പറയുന്നത് അയാളോ അയാളുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലും അൺഡിവൈഡഡ് ഇന്ത്യയിലെ സിറ്റിസൺസ് ആയിരിക്കണം. അതുപോലെ തന്നെ അയാൾ 1948 ജൂലൈ 19 മുമ്പായിരിക്കണം ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നത്. അങ്ങനെ വന്ന ഒരാൾ അയാൾ എന്നാണോ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നത് ആ ദിവസം മുതൽ ഇന്ത്യയിലെ ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കണം. ഇനി ഇയാൾ 1948 ജൂലൈ 19 ശേഷമാണ് ഇന്ത്യയിൽ വന്നതെങ്കിൽ അയാൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുകയും വേണം. ആ രജിസ്റ്റർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ അയാൾ 6 മാസം ഇന്ത്യയിലെ ഓർഡിനറി റെസിഡൻറ്റുമായിരിക്കണം. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 5-ലും ആർട്ടിക്കിൾ 6-ലും പ്രതിപാദിച്ച കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ആർട്ടിക്കിൾ 7-ലേക്ക് പോകാം. ആർട്ടിക്കിൾ 7 പറയുന്നത് 1947 മാർച്ച് 1 ശേഷം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒരാൾ മൈഗ്രേറ്റ് ചെയ്തു. പിന്നീട് അയാൾക്ക് ഇന്ത്യയിൽ റീസെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുകയും അയാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകാം. പക്ഷേ ഇയാൾ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേയുള്ള 6 മാസം ഇന്ത്യയിലെ ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 7 പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് ഇന്ത്യയിൽ റീസെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 8 പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ അയാളുടെ പാരൻസ് അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിക്കുകയും പിന്നീട് അവർ ഇന്ത്യക്ക് പുറത്ത് ഉള്ള മറ്റൊരു രാജ്യത്ത് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കുകയും ചെയ്യുകയായിരുന്നു. അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാം. അങ്ങനെ അയാൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാരംഭത്തിന് മുൻപോ അല്ലെങ്കിൽ അതിനു ശേഷമോ അയാൾ ജീവിക്കുന്ന രാജ്യത്തെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ കോൺസുലാർ റെപ്രസെൻറ്റേറ്റീവിന് മുൻപിൽ ഇന്ത്യൻ സിറ്റിസണായി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ പ്രൊവിഷൻ ഇങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആകാൻ ആഗ്രഹിക്കുന്ന ഓവർസീസ് ഇന്ത്യൻസിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ആർട്ടിക്കിൾ 5, 6, 7, 8 നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് നോക്കാം. ഇതിനെ സമ്മപ്പ് ചെയ്ത് നോക്കുമ്പോൾ ആർട്ടിക്കിൾ 5 പറയുന്നത് പേഴ്സൺ ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ജീവിക്കുന്ന സിറ്റിസൺസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ആർട്ടിക്കിൾ 6 പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഇന്ത്യക്കാരെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 7 പറയുന്നത് പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും പിന്നീട് തിരികെ വരികയും ചെയ്ത സിറ്റിസൺസിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 8 പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 9 പറയുന്നത് സ്വമേധയാ മറ്റൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കാൻ കഴിയില്ല, അതിന് അർഹതയില്ല എന്നാണ്. ആർട്ടിക്കിൾ 10 പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുന്ന വ്യക്തി സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നിർമ്മിക്കുന്ന ഏത് നിയമങ്ങൾക്കും അധീനൻ ആയിരിക്കും എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 11 പറയുന്നത് സിറ്റിസൺഷിപ്പിൻ്റെ എക്വസിഷൻ അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പിൻ്റെ ടെർമിനേഷൻ ഇവയുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്റേഴ്സും ഡീൽ ചെയ്യാനുള്ള പവർ പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പാർട്ട് 2-ലെ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് എക്വസിഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എങ്ങനെയൊക്കെ നേടിയെടുക്കാം, എങ്ങനെയൊക്കെ ഒരാൾക്ക് ഇന്ത്യൻ പൗരനാകാം എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കാം. 5 രീതിയിലാണ്, 5 വേസിലാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റുന്നത്. നമ്പർ 1 ബൈ ബർത്ത്, നമ്പർ 2 ബൈ ഡിസെൻറ്റ്, നമ്പർ 3 ബൈ രജിസ്ട്രേഷൻ, നമ്പർ 4 നാച്ചുറലൈസേഷൻ, നമ്പർ 5 ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ഈ 5 മോഡ്സിലാണ് ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ കഴിയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ബൈ ബർത്തിൽ കൂടി ഒരാൾ എങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസൺ ആകുന്നത് എന്ന് പരിശോധിക്കാം. അതിലാദ്യമായിട്ട് പറയുന്നത് 1950 ജാനുവരി 26 ശേഷവും 1987 ജൂലൈ 1 മുമ്പും ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും അയാളുടെ പാരൻസിൻ്റെ നാഷണാലിറ്റി കണക്കിലെടുക്കാതെ ഇന്ത്യൻ സിറ്റിസൺ ആകാം. ഇതിന് ജസ് സോളി അല്ലെങ്കിൽ ലോ ഓഫ് സോയിൽ എന്നാണ് പറയപ്പെടുന്നത്. അയാൾ ജനിച്ച മണ്ണ് 1950 ജാനുവരി 26-നും 1987 ജൂലൈ 1-നും ഇടയിൽ ജനിച്ച ഒരു വ്യക്തിക്ക്, ഇന്ത്യയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അയാളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ ഏത് ദേശക്കാരാണെന്നത് പരിഗണിക്കാതെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും. ഇനി രണ്ടാമത്തെ ഒരു പ്രൊവിഷൻ, ബൈ ബർത്തിലെ രണ്ടാമത്തെ പ്രൊവിഷൻ 1987 ജൂലൈ 1-ന് ശേഷവും 2004 ഡിസംബർ 3-നും മുമ്പ്
ആ ഒരു പീരീഡ് 1987 ജൂലൈ 1 ശേഷവും 2004 ഡിസംബർ 3 മുൻപ് ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും. പക്ഷേ അയാളുടെ ബർത്തിൻ്റെ സമയത്ത്, അയാൾ ഇന്ത്യയിൽ ജനിക്കുന്ന ആ ടൈമിൽ അയാളുടെ പേരൻസിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞു ആ വ്യക്തി ജനിക്കുന്ന വ്യക്തി 1950 ജനുവരി 26-നും 1987 ജൂലൈ 1-നും ഇടയിൽ ജനിക്കുന്ന വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആവും. അവിടെ അയാളുടെ പേരൻസിൻ്റെ നാഷണാലിറ്റി നോക്കില്ല. പിന്നീട് പറയുന്നത് 1987 ജൂലൈ 1 ശേഷവും 2004 ഡിസംബർ 3 മുമ്പും ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ആ വ്യക്തിക്കും സിറ്റിസൺഷിപ്പ് ലഭിക്കും. പക്ഷേ അയാൾ ജനിക്കുന്ന സമയത്ത്, അയാളുടെ ജനന സമയത്ത് അയാളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇനി ഈ ബൈ ബർത്ത് എന്നുള്ളതിൽ മൂന്നാമത്തെ പ്രൊവിഷൻ നമുക്ക് നോക്കാം. 2004 ഡിസംബർ 3 ശേഷം ജനിച്ച ഒരാൾക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടും. എങ്ങനെയെന്നാൽ അയാളുടെ ബർത്ത് ടൈമിൽ പേരൻസിലെ 2 പേരും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ പേരൻസിൽ ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, മറ്റൊരാൾ പക്ഷേ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആവാനും പാടില്ല. ഒന്നുകിൽ പേരൻസിലെ 2 പേരും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ പേരൻസിൽ ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുകയും മറ്റൊരാൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആവുകയും ചെയ്യാൻ പാടില്ല. ഈ ഇന്ത്യയിൽ നിയമിതരായിട്ടുള്ള ഫോറിൻ ഡിപ്ലോമാറ്റ്സിൻ്റെയും ഏലിയൻ എനിമീസിൻ്റെയും കുട്ടികൾക്ക് ബൈ ബർത്ത് പ്രൊവിഷനിൽ കൂടി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബൈ ബർത്ത് പ്രൊവിഷനിൽ കൂടി 3 തരത്തിലാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. ആ 3 പ്രൊവിഷൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഡിപ്ലോമാറ്റ്സിൻ്റെയും, അതായത് ഇന്ത്യയിൽ ജോലി നോക്കുന്ന ഫോറിൻ ഡിപ്ലോമാറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഏലിയൻ എനിമീസിൻ്റെയും ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബൈ ബർത്തിൽ കൂടി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ കഴിയില്ല. അടുത്തത് ബൈ ഡീസൻ്റ് ആണ്, അതായത് വംശപരമ്പര വഴി സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിനെ കുറിച്ചാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിലാദ്യമായിട്ട് പറയുന്നത് 1950 ജനുവരി 26-നോ അതിനുശേഷമോ അല്ലെങ്കിൽ 1992 ഡിസംബർ 10-ന് മുന്നെയോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചൊരു വ്യക്തിക്ക് അയാളുടെ ജനനസമയത്ത് അയാളുടെ അച്ഛൻ ഇന്ത്യൻ പൗരനാണെങ്കിൽ ബൈ ഡിസെൻറ്റ് വഴി അയാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭ്യമാകും. അതിന് നമ്മൾ ജസ് സാങ്ക്യൂൺ എന്നാണ് പറയുന്നത്, ലോ ഓഫ് ബ്ലഡ് എന്ന്. ഇനി രണ്ടാമതായിട്ട് 1992 ഡിസംബർ 10-നോ അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചൊരു വ്യക്തിയെ ഇന്ത്യൻ സിറ്റിസണായിട്ട് പരിഗണിക്കപ്പെടാം. അങ്ങനെ പരിഗണിക്കപ്പെടണമെങ്കിൽ അയാളുടെ ബർത്ത് ടൈമിൽ പേരൻസിൽ ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് 2004 ഡിസംബർ 3-ന് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാൻ കഴിയില്ല. അയാൾക്ക് അങ്ങനെ ആകണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ആ ജനിച്ച കുട്ടി മറ്റൊരു രാജ്യത്തെ പാസ്പോർട്ട് ഹോൾഡർ അല്ല എന്ന് അയാളുടെ പേരൻസ് ഡിക്ലെയർ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടി ജനിച്ച് 1 വർഷത്തിനുള്ളിൽ അയാളുടെ ബർത്ത് ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി ഈ 1 വർഷം എക്സീഡ് ചെയ്യുന്നു, അതായത് ഇവർ രജിസ്റ്റർ ചെയ്യാൻ 1 വർഷം കഴിഞ്ഞു പോയി എങ്കിൽ അവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് 2004 ഡിസംബർ 3-ന് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ ബൈ ഡിസെൻറ്റ് വഴി നമ്മൾ 3 കാര്യം പറഞ്ഞു. 1950 ജനുവരി 26-ന് ശേഷം അല്ലെങ്കിൽ 1992 ഡിസംബർ 10-ന് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാം. അങ്ങനെ ആകണമെങ്കിൽ അയാളുടെ പിതാവ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അയാളുടെ ജനന സമയത്ത് അയാളുടെ പിതാവ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമതായിട്ട് പറഞ്ഞു 1992 ഡിസംബർ 10-നോ അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചൊരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ അയാളുടെ ബർത്ത് ടൈമിൽ പേരൻസിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ പറഞ്ഞു 2004 ഡിസംബർ 3-ന് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകണമെങ്കിൽ അയാൾ മറ്റൊരു രാജ്യത്തെ പാസ്പോർട്ട് ഹോൾഡർ അല്ല എന്ന് ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ജനിച്ച് 1 വർഷത്തിനുള്ളിൽ അയാളുടെ ബർത്ത് ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി അയാൾ ജനിച്ച് 1 വർഷം കഴിഞ്ഞതിന് ശേഷവും രജിസ്റ്റർ ചെയ്യുന്നില്ല, ആ ടൈം എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അയാൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ആ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബൈ ഡിസെൻറ്റ് വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് എങ്ങനെ അർഹത നേടാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബൈ രജിസ്ട്രേഷൻ എന്നതിൽ കൂടി എങ്ങനെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാം എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇല്ലീഗൽ മൈഗ്രൻ്റ് അല്ലാത്ത ഒരാളെ ബൈ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനിൽ കൂടി ഇന്ത്യൻ സിറ്റിസൺ ആക്കി മാറ്റാം. പക്ഷേ അയാൾ താഴെ പറയുന്ന ചില കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആളായിരിക്കണം. അതായത് ആദ്യമായിട്ട് പറയുന്നു, ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി, അയാൾക്ക് ബൈ രജിസ്ട്രേഷനിൽ കൂടി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടണം. അങ്ങനെ അയാൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ 7 വർഷം അയാൾ ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരൻ ആയിരിക്കണം. അതായത് ബൈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കൂടി
ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പേ 7 വർഷക്കാലം ഇന്ത്യയിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം. ഇനി രണ്ടാമതായിട്ട് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി, അയാളോ അയാളുടെ പേരൻസോ സ്വതന്ത്ര ഇന്ത്യയിലെ സിറ്റിസൺ ആയിരുന്നു, അതിനുശേഷം അവരിവിടുന്ന് മാറിപ്പോയി. അവർക്കിപ്പോൾ എന്താണ്, ബൈ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനിൽ കൂടി സിറ്റിസൺഷിപ്പ് നേടണം. അങ്ങനെയുള്ള വ്യക്തികൾ, അതായത് അവർ നേരത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ സിറ്റിസൺസ് ആയിരുന്നു, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആപ്ലിക്കേഷൻ നൽകണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുന്നേയുള്ള 12 മാസക്കാലം അവർ ഇന്ത്യയിലെ ഓർഡിനറി റെസിഡന്റ് ആയിരിക്കണം. അടുത്തതായിട്ട് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി, അയാൾ 5 വർഷമായിട്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡറായിട്ട് രജിസ്റ്റർ ചെയ്തൊരു വ്യക്തിയാണ്. അയാൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആവാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള വ്യക്തി 12 മാസം ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേയുള്ള 12 മാസക്കാലം ഇന്ത്യയിലെ ഓർഡിനറി റെസിഡന്റ് ആയിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അയാൾക്ക് ബൈ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷനിൽ കൂടി സിറ്റിസൺഷിപ്പ് ലഭിക്കുകയുള്ളൂ. ആദ്യത്തേത്, അയാൾ ഇന്ത്യൻ വംശജനായിരുന്നു എങ്കിൽ അയാൾക്ക് സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ വഴി വേണമെങ്കിൽ അയാൾ 7 വർഷമായിട്ട് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം. അതുപോലെ തന്നെ ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി, അയാൾ സ്വതന്ത്ര ഇന്ത്യയിൽ, അയാളോ അയാളുടെ പേരൻസോ സ്വതന്ത്ര ഇന്ത്യയിലെ സിറ്റിസൺസ് ആയിരുന്നു, അതിനുശേഷം അവർ ഇന്ത്യ വിട്ടുപോയി. ഇപ്പോൾ അവർക്ക് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കൂടി സിറ്റിസൺ ആവണമെങ്കിൽ ആ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേയുള്ള 12 മാസക്കാലം അവർ ഇന്ത്യയിലെ ഓർഡിനറി റെസിഡന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ 5 വർഷക്കാലമായിട്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡറായ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകണമെങ്കിൽ അയാൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേയുള്ള 12 മാസക്കാലം ഇന്ത്യയിലെ ഓർഡിനറി റെസിഡന്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബൈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കൂടി സിറ്റിസൺഷിപ്പിന് ആപ്ലിക്കേഷൻ നൽകുന്ന വ്യക്തികൾ ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻസ്. അടുത്തത് ബൈ നാച്ചുറലൈസേഷൻ വഴി എങ്ങനെ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് വിദേശിക്ക് പൗരത്വം നൽകലാണ് ബൈ നാച്ചുറലൈസേഷൻ എന്നതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഒരു വിദേശി അയാൾ താഴെ പറയുന്ന ഏതെങ്കിലും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ട് എങ്കിൽ ആപ്ലിക്കേഷൻ മുഖാന്തരം ഗവൺമെൻറ്റിന് അയാൾക്ക് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകാം. അതിലാദ്യം ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പോൾ ഇന്ത്യയിൽ ആപ്ലിക്കേഷൻ തരുന്ന ഒരു വ്യക്തി, അയാൾ ഇന്ത്യൻ സിറ്റിസൺസിന് നാച്ചുറലൈസേഷൻ മുഖേന സിറ്റിസൺ ആകാൻ കഴിയാത്ത ഒരു രാജ്യത്ത് നിന്നുള്ള വ്യക്തി ആകാൻ പാടില്ല. നമ്പർ 2, ബൈ നാച്ചുറലൈസേഷൻ മുഖേന ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തി, അയാൾ മുൻപ് ഏത് രാജ്യക്കാരനായിരുന്നോ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകണം. ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ്, ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുന്നേയുള്ള 12 മാസക്കാലം ആ വ്യക്തി ഇന്ത്യയിൽ താമസക്കാരനായിരിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർവീസിൽ ഉണ്ടായിരിക്കുകയോ ചെയ്യാം. ഇത് പാർട്ട്ലിയും ആകാം. 6 മാസം ഇന്ത്യയിൽ താമസക്കാരനായിരിക്കുകയും 6 മാസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ സർവീസിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ മതി. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നമുക്ക് ബൈ നാച്ചുറലൈസേഷൻ പ്രോസസ്സിൽ കൂടി പൗരത്വം നൽകാം. അതായത് ഇന്ത്യയിലെ സിറ്റിസൺസിന് നാച്ചുറലൈസേഷൻ പ്രോസസ്സ് മുഖേന സിറ്റിസൺഷിപ്പ് നിഷേധിക്കുന്ന ഒരു രാജ്യത്തു നിന്നുള്ള വ്യക്തി ആകാൻ പാടില്ല. അതുപോലെ തന്നെ അയാൾ ഏത് രാജ്യത്തെ സിറ്റിസൺ ആണോ, അയാൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടിക്കഴിഞ്ഞാൽ അയാളുടെ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പ് അയാൾ 12 മാസക്കാലം ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരൻ ആയിരിക്കണം. ഇനി മറ്റൊരു കാര്യമുണ്ട്, സയൻസ്, ഫിലോസഫി, ആർട്ട്, ലിറ്ററേച്ചർ, വേൾഡ് പീസ്, ഹ്യൂമൻ പ്രോഗ്രസ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും മേഖലയിൽ വിശിഷ്ടമായ സേവനം നൽകിയ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നമ്മൾ മുകളിൽ പറഞ്ഞ ഒരു കണ്ടീഷനും നോക്കാതെ, ഒരു ക്രൈറ്റീരിയ നോക്കാതെ സിറ്റിസൺഷിപ്പ് നൽകാം. ഇത്രയും കാര്യങ്ങളാണ് ബൈ നാച്ചുറലൈസേഷൻ വഴി എങ്ങനെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അടുത്ത നമുക്ക് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന പ്രൊവിഷനിൽ കൂടി എങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസൺ ആകുന്നതെന്ന് പരിശോധിക്കാം. ഏതെങ്കിലും ഒരു ഫോറിൻ ടെറിട്ടറി ഇന്ത്യയുടെ ഭാഗമായി മാറിയാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ പ്രദേശത്തെ ജനതയെ മുഴുവൻ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് പ്രസ്താവിക്കും. ആ പ്രദേശം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന തീയതി മുതൽ ആ ജനത ഇന്ത്യൻ സിറ്റിസൺസ് ആയി മാറും. ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, പുതുച്ചേരി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായ ദിവസം സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സിറ്റിസൺഷിപ്പ് പോണ്ടിച്ചേരി ഓർഡർ 1962 ഇഷ്യൂ ചെയ്തു.
ഇത്രയും കാര്യങ്ങളാണ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന പ്രൊവിഷനിൽ കൂടി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്ന 5 മോഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, അതുപോലെ തന്നെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ജനിക്കാത്ത ഒരു വ്യക്തി പക്ഷേ അവർ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ മുഖാന്തരമോ ബൈ നാച്ചുറലൈസേഷൻ മുഖാന്തരമോ ഇന്ത്യൻ സിറ്റിസൺ ആയാൽ അയാൾക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആകാൻ കഴിയുമോ? അതാണ് ക്വസ്റ്റ്യൻ. അയാൾ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയല്ല, പക്ഷേ അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അയാൾ അക്വയർ ചെയ്തത് ഒന്നുകിൽ ബൈ രജിസ്ട്രേഷൻ മൂലമാകാം, അല്ലെങ്കിൽ ബൈ നാച്ചുറലൈസേഷൻ മുഖാന്തരമാകാം. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആകാൻ കഴിയുമോ? അതാണ് ക്വസ്റ്റ്യൻ. ഇത് നേരത്തെ ഉയർന്നു വന്ന ഒരു കോൺട്രാവേഴ്സിയാണ്. എപ്പോഴെന്നാൽ മിസ്സിസ് സോണിയാഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആകുന്നതിനെ ചൊല്ലി ഒരു കോൺട്രാവേഴ്സി ഉയർന്നിരുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 14 പ്രകാരം ഇക്വാലിറ്റി ബിഫോർ ലോ ഗ്യാരണ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 നമ്മളെ പ്രൊഹിബിറ്റ് ചെയ്യാണ് ഡിസ്ക്രിമിനേഷൻ, അതായത് അതിൻ്റെ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് റേസ്, കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒന്നും ബേസിൽ ഒരു ഇന്ത്യൻ സിറ്റിസനെയും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 15 പറയുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 16 പറയുന്നുണ്ട് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ ആർട്ടിക്കിൾ 14 നമുക്ക് ഇക്വാലിറ്റി ബിഫോർ ലോ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 15 നമ്മൾ ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 16 പ്രകാരം നമുക്ക് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയ്മെൻ്റ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഒരു സിറ്റിസണെയും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഓർഡിനറി സിറ്റിസണെയും നാച്ചുറലൈസ്ഡ് സിറ്റിസണെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഇതിൽ വ്യക്തമാകുന്നത്. ഇനി ഏതെങ്കിലും ഒരു മെമ്പർക്ക് ലോക്സഭയിൽ അപേക്ഷിതമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ മെമ്പർ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൈം മിനിസ്റ്റർ ആകാൻ അർഹതയുള്ള ആളുമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു നാച്ചുറലൈസ്ഡ് സിറ്റിസണെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആകുന്നതിൽ നിന്നും ബാർ ചെയ്തിട്ടില്ല. ഒരു നാച്ചുറലൈസ്ഡ് സിറ്റിസണും അല്ലെങ്കിൽ ബൈ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കൂടി സിറ്റിസണായ ഒരു വ്യക്തിക്കും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആകാം. അതിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അവരെ ബാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഭാഗത്തെ കുറച്ച് കാര്യങ്ങളിൽ കൂടി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.